എനിക്കിത് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ശരിക്കും ഇപ്പോൾ ഇവിടെ സിബി സാറും സിയാദിക്കും പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോൾ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമരൻ ബത്ലഹേമിൻ്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത്. ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ളൊരു സിനിമയാണെന്നോ, എന്തുമാത്രം സ്പെഷ്യലായിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം, ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചി വളരെ യങ് ആയിരുന്നു. ഞാൻ 17 വയസ്സ്, 6ാം തമ്പുരാൻ കഴിഞ്ഞിട്ടാണെങ്കിൽ 18 വയസ്സ്. 18 വയസ്സായിരുന്നു. അപ്പോ അന്ന് സിബി സാറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണ്ണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. രഞ്ജിയേട്ടൻ ആണെങ്കിലും 6ാം തമ്പുരാനും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ, അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷ് ഏട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ, അപ്പോൾ അതിലിവിടെ നിവ്യ ഉണ്ട്, അൻസു ഉണ്ട്, കൃഷ്ണയുണ്ട്, ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു, മഞ്ജുള, സംഗീത, ശ്രീജ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപിലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും, പിന്നെ സിയാദൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ഷൂട്ടും നടന്നത്. അപ്പോൾ എല്ലാവരുടെ ഫാമിലീസും എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബംഗ്ലാവും, ലിൻഗേർത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും, അവിടെയുള്ള കുറേ തമാശകളും, ജനാർദ്ദനൻ ചേട്ടനും സുകുമാരി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുകുമാരി അമ്മ അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിൽ ഉണ്ടാക്കി തരുന്ന നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരി അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. മണിച്ചേട്ടൻ്റെ തമാശകൾ, ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു. അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം, അതിനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഇപ്പം നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ലെയേർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്നൊരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് പൂർണ്ണമായിട്ടും സിബി സാറിൻ്റെയും രഞ്ജിയേട്ടൻ്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഒന്നും എന്തായാലും ഇല്ല. ശരിക്കും ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ, എന്ത് മാനസികാവസ്ഥയിൽ കൂടി ആയിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. കാരണം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെൻ്റൽ ജേർണി ഒരുപക്ഷെ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ഒരു റിലീസിൻ്റെ ഒരു ട്രെൻഡ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട്. ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനുള്ളൊരു സിനിമ റിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിയാദ്ക്കിയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റിലീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് 4K ഡോൾബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം, അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം. ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന്
ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ചേച്ചിയോട് ചെറിയൊരു റിക്വസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഓർമ്മയുണ്ടെങ്കിൽ മതി. 5 കസിൻസ് ഡയലോഗ് നമുക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കൈയടിക്കുക ചേച്ചി, നമുക്ക് എല്ലാവർക്കും വേണ്ടി അത് പറയുന്നത്. അത് ഏത് ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ചാലും എനിക്ക് എപ്പോഴും പറയാൻ പറ്റും. അത് കന്നഡ അറിഞ്ഞിട്ട് പറഞ്ഞതാണോ മഞ്ജു ചേച്ചി? പിടിയില്ല, ഇന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല, അതിലും കൂടുതൽ കന്നഡ ഇന്നും എനിക്ക് അറിഞ്ഞോളൂ. അത് എത്ര റീടേക്ക് എടുത്തു തന്നപ്പോ? ഇല്ല, വന്നതേ ഇല്ല, ഓർമ്മയില്ല. സാർ റീടേക്ക് ഉണ്ടായിരുന്നോ സാർ? അടിപൊളി. അപ്പൊ കന്നഡ അറിയാത്ത ആൾ ഇതേപോലെ കന്നഡ പറഞ്ഞതിൽ നമുക്കൊരു കൈഡി കൊടുക്കാം. ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം ചേച്ചി. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് മൈ റിക്വസ്റ്റ്. എനിക്കതൊന്ന് നേരിട്ട് ചൂളമടിച്ചു പാട്ടിന്റെ അതാണ് അത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇവർക്ക് മൊമെന്റോ നൽകാനായിട്ട് നമുക്ക് മഞ്ജു ചേച്ചി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. അല്ലേ, നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് ഐസ് ബ്രേക്ക് ആയതാണെന്നല്ലേ പറഞ്ഞത്? അപ്പം മഞ്ജു ചേച്ചി പ്ലീസ് ഡു ദി ഓണേഴ്സ്. മഞ്ജു ചേച്ചി അന്ന് ഇവരെ കണ്ടതിന് ശേഷം പിന്നീട് ഇന്നാണോ ഇവരെ കാണുന്നത്? ലൈക്ക് ഇവരെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയോ? എന്താണ്? ഞാൻ കൃഷ്ണയായിട്ടും നിവിയായിട്ടും ഇടയ്ക്ക് ഫോണിൽ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ കുറെ വർഷമായി കണ്ടു, പക്ഷെ പെട്ടെന്ന് റിയലൈസ് ചെയ്തു, മനസ്സിലായി. കാരണം ഇവരെ രണ്ടുപേരുടെയും നടുക്കായിരുന്നു. അപ്പൊ മനസ്സിലായിരുന്നല്ലേ? ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാൻ സാധിച്ചതിൽ അല്ലേ മഞ്ജു ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻ. കുട്ടികളൊക്കെ വലുതായി, ഇന്നലെ എക്സ്പ്രഷൻ വേണ്ടിയിട്ടാണ് മഞ്ജു ചേച്ചി കയറി വന്നത്. ചേച്ചി ഇപ്പോഴും ഞങ്ങൾ വന്നപ്പോൾ പറയുമായിരുന്നു, സ്റ്റിൽ ഇത്രയും യങ് ആയിട്ട് ഒരു മാറ്റവും ഇല്ല എന്നുള്ളൊരു രീതിയിൽ ഷോക്കായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെ വിളിച്ചു, സംസാരിച്ചു. അതേ സ്നേഹം ഇന്നും ഉണ്ട്. അതിൽ ഭയങ്കര ഇതാണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആക്ട്രസ് ആണ്. വെരി ഹോൾസം മൊമെന്റ്, വെരി ഹോൾസം മൊമെന്റ്. ആ സിനിമയിലെ പൂച്ചയുടെ പുറകിലെ കൈകൾ എന്നുള്ള രഹസ്യം പോലെ മഞ്ജു ചേച്ചിയുടെ യുവത്വത്തിന്റെ രഹസ്യം ഇവിടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us ചേച്ചി. താങ്ക് യു ഫോർ ഡൂയിങ് ദി ഓണേഴ്സ്.